ഗോഡ്. ആക്ച്വലി ഞാൻ ഇന്ന് രാവിലത്തെ സെഷനിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഈശോ ഫീലേജ് തന്നത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇപ്പം 10 കൽപ്പനകളെ പറ്റി നമ്മൾ കേട്ടു. അപ്പോൾ അതിനൊന്ന് ഹിസ്റ്റോറിക്കലി പ്ലേസ് ചെയ്ത് ഈശോ കാണിച്ചു തരുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 10 കൽപ്പനകൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷനായിരുന്നു. അത് റിസീവ് ചെയ്ത ഇസ്രായേൽസിൽ പലർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല. അതാണ് അവരുടെ ആ കഠിന ഹൃദയത്തിൻ്റെ നാരോ മൈൻഡഡ്നെസ്സിന് കാരണമായി മാറിയത്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ അൾട്ടിമേറ്റ് വിസ്ഡത്തിൽ കർത്താവിന് അറിയാം ഏതൊക്കെയാണ് നമുക്ക് നല്ലത്, ഏതൊക്കെയാണ് നമുക്ക് കൊള്ളാത്തത്. ദൈവത്തിന് എല്ലാത്തിനും ദൈവത്തെ ആരാധിക്കുവാണെങ്കിൽ, ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കാതിരുന്നാൽ, കർത്താവിൻ്റെ ദിവസം ആചരിച്ചാൽ നമുക്ക് അൾട്ടിമേറ്റ്ലി നമ്മുടെ ആത്മാവിന് നന്മയാണെന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ട് അത് പറഞ്ഞു തന്നു. പിന്നെ ബാക്കി ഇതൊക്കെ ചെയ്താൽ നമ്മുടെ ആത്മാവിന് കൊള്ളത്തില്ല, നമ്മുടെ ആത്മാവ് ദുഷിച്ചു പോകുന്നു, അല്ലെങ്കിൽ കത്തിപ്പോകുന്നു. കർത്താവിന് കാണാവുന്നതുകൊണ്ടും അറിയാവുന്നതുകൊണ്ടും കർത്താവ്, നമ്മളിപ്പം പിള്ളേരോട് പറയും തീ പിടിക്കല്ലേ, കാരണം നമുക്കറിയാം പൊള്ളും, കാണാൻ തിളക്കമുണ്ടെങ്കിലും. അതുപോലെ നമ്മളെക്കാൾ അൾട്ടിമേറ്റ് വിശ്വാസം തമ്പുരാൻ അറിയാവുന്നത് തമ്പുരാൻ സ്നേഹം കൊണ്ട് പറഞ്ഞു തന്നത്. അതാണ് ശരിക്കും എക്സ്പ്രഷൻ. പക്ഷേ അന്നത്തെ മനുഷ്യർക്ക്, അല്ലെങ്കിൽ മനുഷ്യർക്ക് പെട്ടെന്ന് അത് അങ്ങനെയൊന്നും മനസ്സിലായില്ല. അതിനെല്ലാം റൂൾസായിട്ട് എടുത്തിട്ട് ഇത് ചെയ്തില്ലെങ്കിൽ ശിക്ഷിക്കും, അങ്ങനെ ആക്കിയെടുത്തു. അത് കഴിഞ്ഞ് വർഷങ്ങൾ, അത് കഴിഞ്ഞ് അല്ലെങ്കിൽ 1050 BC ആണെങ്കിൽ 1000 വർഷം കഴിഞ്ഞ് ഈശോ വന്നു. ഈശോ വന്നപ്പോഴും ഈശോ പറഞ്ഞു കൊടുത്തത് ഈ 1000 വർഷം കൊണ്ട് ഇസ്രായേൽക്കാർ ഒരു കാര്യം പഠിക്കേണ്ടതായിരുന്നു, പഠിച്ചിരുന്നു. അതായത് തന്നെ ശ്രമിക്കുവാണെങ്കിൽ നടക്കത്തില്ല. എത്ര ട്രൈ ചെയ്താലും ഈ 10 കൽപ്പനകൾ സ്വന്തം എഫേർട്ട് കൊണ്ട് നടക്കത്തില്ല എന്ന് അവർ പഠിക്കാനുള്ള ടൈം കഴിഞ്ഞു. ഈ 1000 years കൊണ്ട്. അങ്ങനെ പാകപ്പെട്ടവരുണ്ടായിരുന്നു, പാകപ്പെടാത്തവരും ഉണ്ടായിരുന്നു. ഈശോ വന്നപ്പോൾ ദ ആൻസർ ഹൗ ടു, അല്ലെങ്കിൽ ഈ പറഞ്ഞ 10 പ്രമാണങ്ങളും പറയുന്ന കാര്യങ്ങളിൽ എക്സ്പ്രസ് ചെയ്ത് ജീവിക്കാൻ എങ്ങനെ പറ്റും, അത് യേശുവിലൂടെ മാത്രമേ പറ്റുള്ളൂ. അതിൻ്റെ ആൻസറായിരുന്നു ഈശോ വന്നപ്പോൾ വന്നത്. അന്നത്തെ ഫാരിസീസ് ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാത്തതുകൊണ്ട് കൽപ്പനകളുടെയും പാലിക്കാൻ പറ്റിയില്ല ഒരു സൈഡ്, പിന്നെ അതിന് പിന്നീട് സ്നേഹവും തിരിച്ചറിയാൻ പറ്റില്ല. ഈ 2 അവസ്ഥയിൽ കിടക്കുക. പക്ഷെ ചില ഫാരിസീസും ചില അല്ലാത്തവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നിക്കോദേമസ്. അതാണ് ഈശോ എനിക്ക് ഇന്ന് രാവിലെ പറഞ്ഞെന്ന കാര്യം. നിക്കോദേമസ് ഒരു ദിവസം രാത്രി വന്ന് ഈശോ കണ്ടിട്ട് ഈശോയോട് ചോദിച്ചത്, സംസാരിച്ചത് എന്തുകൊണ്ടായിരിക്കും ഈശോ കാണാൻ വന്നത്. ഒന്നാമത് ബാക്കി ഫാരിസീസിനെക്കാളും ഡിഫറെൻ്റ് ആയിട്ട് നിക്കോദേമസ് അങ്ങനെ ചെയ്യാൻ തോന്നി. അപ്പോൾ അവിടെ ഈശോ നിക്കോദേമസിനോട് പറയുകയാണ് വീണ്ടും ജനിക്കണം. അത് എഴുതിയിരിക്കുന്ന John chapter 3 അതേ ജോണിൻ്റെ ലെറ്ററിനകത്ത്, ഫസ്റ്റ് ലെറ്റർ chapter 3 verse 9 ഇങ്ങനെ പറയാം, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ഒരിക്കലും പാപം ചെയ്യുന്നില്ല, എന്നാൽ ദൈവത്തിൻ്റെ ചൈതന്യം അവനിൽ വസിക്കുന്നു. അപ്പോൾ ഈ ആൻസർ, നിക്കോദേമസിന് നൽകപ്പെട്ട ഈ ആൻസർ, അത് ഈശോ ആയിരുന്നു. ഈശോയിലുള്ള, അല്ലെങ്കിൽ ഈശോയിൽ ജനിച്ചവർക്ക്, ഈശോയെ സ്വന്തമാക്കിയവർക്ക് പിന്നെ പാപം ചെയ്യാൻ പറ്റത്തില്ല. ഈ 1000 വർഷം കിടന്ന് ഇക്ഷ വരച്ചിട്ട് തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് പറ്റത്തില്ല, അത് പറ്റുന്നത് യേശുവിലുള്ള ജീവിതത്തിലൂടെ ആണെന്നുള്ള ഈ ഒരു കൺവിക്ഷൻ. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ 2000 years നമ്മൾ ജീവിക്കുന്നു. ഇപ്പോഴും നമ്മൾ പണ്ടത്തെ ഈ ഹിസ്റ്ററി, അതൊരു കളക്റ്റീവ് നോളജ് നമുക്ക് ഉണ്ട്. നമ്മുടെ മുമ്പേ പോയ ഇസ്രായേൽക്കാരൊക്കെ ട്രൈ ചെയ്ത് വീണ് പോയ ഒരു കാര്യം നമുക്ക് ഓൾറെഡി പഠിക്കാം. മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നവൻ അതിബുദ്ധിമാനാണെന്ന് പറയുന്ന പോലെ. അപ്പോൾ അവരുടെ നോക്കി നമ്മൾ പഠിക്കുമ്പോൾ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് ട്രൈ ചെയ്ത് ഇക്ഷ വരയ്ക്കേണ്ടതല്ല, അതിന് മുമ്പേ തന്നെ ഈശോയിലോട്ടാണെങ്കിൽ ഈ ഇക്ഷ വരയ്ക്കാതെ നമുക്ക് ഉത്തരം കിട്ടും. യേശുവിലുള്ളവന് തിന്മ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. ഈ ഒരു അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലി അതൊന്ന് ഈശോ മനസ്സിലാക്കി തരുമായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ, ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിനകത്ത് ഇങ്ങനെ തോന്നും, ചിലർക്കുള്ള ഡൗട്ട്സ് പോലെ എനിക്ക് തോന്നും, ചില ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ടാണ് ഈശോ പറഞ്ഞതെന്ന് തോന്നി. താങ്ക് യു.